വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനാ. പറഞ്ഞ പോലെ ചെയ്യും. ഇന്ന് അവള് തീർന്ന തന്നെ. തീരട്ടെ. അവളെ തീരുവാണെങ്കിൽ ഞാൻ ജയിലിലേക്ക് പോകുന്നവരെ മറിഞ്ഞിരിക്കും, ബുള്ളറ്റ് ജഗന്റെ കണ്ണിൽപ്പെടാതെ. ആ മോനെ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. അമ്മയും എനിക്ക് കുറച്ച് പൈസ അർജന്റായി വേണം. ഇവിടെ കല്യാണത്തിന്റെ തിരക്കൊക്കെ നിനക്ക് അറിയാലോ മോനെ. അതിനിടയ്ക്ക് പെട്ടെന്ന് ചോദിച്ചാ എനിക്ക് തർക്കിക്കാൻ വയ്യമ്മേ. അമ്മ എത്രയും പെട്ടെന്ന് പൈസ അയക്കണം. ശരി, ഗുഡ് നൈറ്റ്. അമ്മയുടെ പുന്നാര മോനാണോ വിളിച്ചത്? അതെ. പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വിളിച്ചതായിരിക്കും. അവന് നല്ല ചെലവുള്ളതല്ലേ മോളെ. ഒരാള് കുറച്ച് പൈസ കടം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വഴി അടയുമ്പോ മറ്റൊരു വഴി തെളിയും. അമ്മ ഇതുവരെ പലിശയ്ക്ക് പണം എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നല്ലോ. അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കാര്യം നടക്കണ്ടേ മോളെ. അങ്ങനെ അലച്ചിലൊന്നും വേണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞതല്ലേ അമ്മ? ലാലേട്ടന്റെ അമ്മയ്ക്കും അതേ അഭിപ്രായമാണോ? നനഞ്ഞിടം കുഴിക്കുന്നവരാ പലരും. ഒരാളൊരു സൗജന്യം ചെയ്തു തരാന്ന് പറഞ്ഞാ അതൊരവസരമായി എടുത്തിട്ട് പരമാവധി മുതലാക്കുന്നവരെയാ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവരോടൊക്കെ പുച്ഛവും വെറുപ്പും തോന്നിയിട്ടുണ്ട്. ആ നിലവാരത്തിലേക്ക് നമ്മളും താഴാൻ പാടില്ല മോളെ. ജയലാൽ അങ്ങനെയൊക്കെ പറഞ്ഞത് ജയലാലിന്റെ മര്യാദ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. മോളോട് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിലൊന്നും മോൾ ഇടപെടണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ജയലാല് തന്ന 50 പവൻ ഉൾപ്പെടെയുള്ള പണം തിരിച്ചു കൊടുത്തേ പറ്റൂ. ലാലേട്ടന്റെ അമ്മ കൊടുക്കണമെന്ന് പറഞ്ഞ തുകയും പിന്നെ 50 പവനും കൂടി ആകുമ്പോ 10-50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേണ്ട അമ്മ? പിന്നെ കല്യാണ ചെലവും കൂടി ഉണ്ടല്ലോ. എല്ലാം കൂടെ 10-75 ലക്ഷം രൂപ വേണ്ടിവരും. വീടിന്റെ ആധാരം പുതുക്കി വെക്കുമ്പോ കുറച്ച് പൈസ കിട്ടും. അതിന്റെ കൂടെ പലിശക്കെടുക്കുന്ന പൈസ കൂടെ ആവുമ്പോ തരക്കേടില്ലാതെ കല്യാണം അങ്ങ് നടക്കും. അമ്മയ്ക്ക് ഒരു മോള് മാത്രല്ല, 1-2 വർഷം കഴിയുമ്പോ ഇവളുടെ വിവാഹത്തെക്കുറിച്ചും ആലോചിക്കണ്ടേ? അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. എന്റെ കല്യാണത്തിന് കാലണ സ്ത്രീധനം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ പിന്നെ ഒരു പ്രത്യേക സാഹചര്യമായി പോയി ചേച്ചിയുടെ. അതുകൊണ്ടാ ഞാനൊന്നും പറയാത്തെ. നിനക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാം. കാര്യത്തോടടുക്കുമ്പോ ആദർശവും വീരവാദവും ഒക്കെ എല്ലാവരും അങ്ങ് മറക്കും. ഇവിടെ ഇത്തിരി ഞെരുങ്ങിയിട്ടാണെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക തന്നെ വേണം. മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ കല്യാണം ഇനി അവരായിട്ട് മുടക്കിയില്ലെങ്കിൽ അമ്മ എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും അത് നടത്തിയിരിക്കും. ദിലി ഒന്ന് സെറ്റിൽഡായി കഴിയുമ്പോ തീർക്കാവുന്ന കടങ്ങളേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ അമ്മ സസ്പെൻഷൻ കഴിഞ്ഞ് ജോലിക്ക് കയറിയ ശേഷം ഏതെങ്കിലും ഒരു ദിവസം റിട്ടയർഡ് ആവുമല്ലോ. ആ സമയത്ത് നല്ലൊരു തുക കിട്ടും. ഇനിയിപ്പോ ദിലി സഹായിച്ചില്ലെങ്കിലും അന്ന് ഈ കടങ്ങളൊക്കെ വീട്ടാവുന്നതേ ഉള്ളൂ. അമ്മയെ ഒരിക്കലും കഷ്ടപ്പെടുത്തരുതെന്ന് കരുതിയതാ. എന്നിട്ട് എന്റെ കാര്യം വന്നപ്പോ അമ്മ കിടന്ന് അലയാണല്ലോ. അങ്ങനെ അലയുന്നത് എന്റെ മോൾക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടി തന്നെയാ. കുടുംബത്തിനകത്ത് ഒരു വിഷയം വരുമ്പോ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ സഹായം കിട്ടുകയാണെങ്കിൽ അവരെ തലോടി ആശ്വസിപ്പിക്കാൻ അരികിലൊരാളുണ്ടെങ്കിൽ അതിനപ്പുറം പെൺകുട്ടികൾക്ക് ഒരു ഭാഗ്യം വരാനില്ല മോളെ. അത് എന്റെ ജീവിതം കൊണ്ട് എനിക്കറിയാം. ഞാൻ കിടന്ന് പെടാപ്പാട് പെടുമ്പോഴും നിങ്ങൾ മക്കൾക്ക്
എന്റെ കാര്യത്തിൽ സങ്കടമുണ്ട്. എന്നാൽ ഇപ്പോഴും ഒന്നും അറിയാതെ ലഹരിയിലും മുങ്ങിത്താണ് കിടക്കുന്ന ഒരാളിവിടെ ഉണ്ട്. കല്യാണത്തിനെങ്കിലും കതിർ മണ്ഡപത്തിനരികിൽ അങ്ങേര് കാണണേ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. അങ്ങനെ ഒരവസ്ഥ മോൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാ മനുഷ്യപ്പറ്റുള്ള ജയലാലിനെ പോലൊരു പയ്യനെ മോൾക്ക് കിട്ടാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഓടി നടക്കുന്നത്. എല്ലാം ശരിയാവും. മോള് ധൈര്യമായിട്ടിരിക്കെ. ഹലോ ലാലേട്ടാ. കിടക്കാറായോ? ആ, ലാലേട്ടൻ വിളിക്കുന്ന അറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിടക്കാന്ന് വെച്ചിരിക്കായിരുന്നു. ഇവിടെ അമ്മയുള്ളത് കൊണ്ടാ എനിക്ക് വിളിക്കാൻ സമയം കിട്ടാത്തത്. അമ്മയ്ക്ക് എന്നെ വിളിക്കുന്നത് ഇഷ്ടല്ലല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ പഴയ ആൾക്കാരല്ലേ, അവരുടെ കാലത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് അവർക്കിങ്ങനെ മൊബൈലിലൂടെ സംസാരിക്കുന്നൊന്നും ഇഷ്ടപ്പെടില്ല. ലാലേട്ടൻ അമ്മയെ ഭയങ്കര പേടിയല്ലേ? കൊള്ളാം. അപ്പൊ ഞാൻ സംസാരിച്ചൊക്കെ വെറുതെ ആയോ? എന്റെ പൊന്നോ, ഞങ്ങൾ 2 ആൺമക്കൾക്കും അമ്മയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാ. അതിനേക്കാളും പേടിയാ അമ്മയെ അച്ഛന്. അച്ഛനൊരു പാവ അച്ഛനല്ലേ? ആളൊരു വീരശൂര പരാക്രമിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത കൂട്ടത്തിലാ. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മ ഒരു ലക്ഷ്മണരേഖ വരയ്ക്കും. അതിന്റെ അപ്പുറത്തോട്ട് അച്ഛൻ പോവില്ല. സത്യം പറയാലോ, അച്ഛൻ ഇത്രയും പാവമായതുകൊണ്ടാ എനിക്കിപ്പോഴും അച്ഛാന്ന് വിളിക്കാൻ ഒരാൾ അരികിലുള്ളത്. അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ ബന്ധം അലസിപ്പിരിഞ്ഞേനെ. ഇവിടെ വരുമ്പോ ഇവിടുത്തെ ചിട്ടകളെ രീതികളൊക്കെ മനസ്സിലാക്കിക്കോളൂ. എന്താടി രാത്രിയിലൊരു ശൃംഗാരം? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, ഒന്നുമില്ലമ്മേ. ലാലേട്ടൻ ഇങ്ങോട്ട് വിളിച്ചതാ. രാത്രിയിൽ കൂടുതൽ സംസാരമൊന്നും വേണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞാ എത്ര നേരം വേണമെങ്കിലും 2 ആൾക്കും കൂടി ഇരുന്ന് സംസാരിക്കാമല്ലോ. ആ സമയത്ത് പിന്നെ സംസാരിക്കാനായിരിക്കും പാട്. ഇപ്പോഴുള്ള ആണിന്റെയും പെണ്ണിന്റെയും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. കല്യാണത്തിന് മുമ്പ് സംസാരത്തോട് സംസാരം, അത് കഴിഞ്ഞാ പിന്നെ കീരിയും പാമ്പും. നീ കൂടുതൽ ഇവനെ സോപ്പിടണ്ട കേട്ടോ. ഇങ്ങോട്ട് വന്ന് കേറുമ്പോഴേ ഇവനെ പറിച്ചു നടാവെന്നും കരുതണ്ട. ഒരുത്തൻ അച്ചിയുടെ പുറകെ പോയി. ഇനി ഇവനെ കൂടെ ഞാൻ വിടത്തില്ല കേട്ടോ. ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയ നിനക്ക് അപ്പ തന്നെ പോവാം. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് വേണം ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ശരി. അവളോട് പറഞ്ഞത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. കല്യാണത്തിന് മുമ്പ് കൂടുതൽ സംസാരമൊന്നും വേണ്ട. ആണുങ്ങളായ ആണുങ്ങളെ പോലെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ പഠിക്കണം. അത് രാഗം പറഞ്ഞത് സത്യവാ. കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കയറൂരി വിടരുത്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പിടി ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചല്ലോ ഇതൊന്നും പറഞ്ഞത്? ഏയ്, ഒരിക്കലുമല്ല. ഇവിടെ കടിഞ്ഞാൻ രാഗിണിയുടെ കയ്യിൽ തന്നെ. ആ ലൈഫ് ഞാനങ്ങ് ആസ്വദിക്കുക. ഭാര്യയെ അനുസരിച്ച് ജീവിക്കുന്നത് ഒരപമാനമാണെന്ന് ഞാൻ എവിടെയും പറയാറില്ല. അങ്ങനെ പറഞ്ഞിട്ടും വലിയ ഫലമൊന്നുമില്ല. ഇനി നിങ്ങളുടെ മരണം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ആവണം. ഇനിയിപ്പം രാഗിണി ശൈലി മാറ്റിയാൽ എനിക്കത് മനപ്രയാസമാ.
മതി മതി, പറഞ്ഞു മനസ്സിലായല്ലോ. കുറച്ചു ദിവസത്തിനുള്ളിൽ അവൾ ഇങ്ങോട്ട് വരേണ്ട പെണ്ണ. അതിനു മുമ്പ് തേനേ പാലേന്നൊക്കെ പറഞ്ഞ് അവളെ കൈവെള്ളൽ എടുത്ത് വെക്കണ്ട. ഞാനിന്ന് സംസാരിച്ചു വന്നേ ഉള്ളൂ. അങ്ങനെ രാത്രി കാലങ്ങളിലുള്ള സംസാരം ഒന്നും വേണ്ട, കേട്ടല്ലോ. മറങ്ങോട്ട്. എടാ, മുറി അടച്ചിട്ട് നിനക്ക് ബാത്റൂമിൽ അങ്ങനെ കയറി സംസാരിച്ചുകൂടായിരുന്നു? ഇന്നത്തെ കാലത്ത് ഇവളുടെ രീതിക്കനുസരിച്ച് ഏതെങ്കിലും പെൺകുട്ടികൾ ഇവിടെ ജീവിക്കുവോടാ മോനെ? ഈ പെൺകുട്ടി ജീവിക്കുന്നാണ് എന്റെ വിശ്വാസം. അതൊക്കെ കല്യാണം കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരി. എന്നിട്ട് അതേപ്പറ്റിയൊന്നും നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതൊന്നും അമ്മ അറിയരുതെന്നാണ് എന്റെ പ്രാർത്ഥന. എന്തു പറ്റിയടാ മോനെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? ചെറിയൊരു കുഴപ്പമുണ്ട് അച്ഛാ. എടാ മോനെ, ഇപ്പോ അത് അച്ഛൻ അറിയണ്ട. എങ്ങനെയെങ്കിലും ഈ കല്യാണവും നടന്നാ മതി. അറിയാവല്ലോ നിനക്ക്. മൂത്തവൻ കല്യാണം കഴിച്ചതിന് ശേഷം ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ, ഈ വീട്ടിൽ നടന്ന വഴക്കൻ ലഹളയൊക്കെ 4-5 വീട്ടിനപ്പുറം ഉള്ളവർ വരെ കേട്ടതാ. അങ്ങനെ ഒരു വഴക്കും ബഹളമൊന്നും ഇനി ഉണ്ടാകത്തില്ല അച്ഛാ. ജീവിതത്തിൽ ഞാൻ തേടി നടന്നിരിക്കുന്ന പെൺകുട്ടിയെ തന്നെയാ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന അച്ഛാ. പക്ഷേ അവൾക്ക് ചെറിയൊരു പോരായ്മയുണ്ട്. പോരായ്മയെന്ന് വെച്ചാ എന്തെങ്കിലും അസുഖം മറ്റോ ഉണ്ടോടാ മോനെ? ഒരസുഖമില്ല അച്ഛാ. പാവം കുട്ടിയാ. പക്ഷേ സാഹചര്യം കൊണ്ട് ചില പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അവസാനം വെളുക്കാൻ തയ്ച്ചത് പാണ്ടാകരുതടാ മോനെ. നമ്മുടെ വീട്ടിലെ എല്ലാ അവസ്ഥയും നിനക്കറിയാം. അതൊക്കെ മനസ്സിലാക്കിയിട്ടേ ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാവൂ. അവസാനം അവൾ ഒരു മൂലയെ മാറി നിന്നത് കരയുന്നത് കാണേണ്ടി വരരുതെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അണ്ണാ, എല്ലാ ദിവസവും ഇവിടെ വരാൻ നല്ല നേർച്ചയുണ്ടോ?
നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോടാ. നമ്മുടെ താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നോക്കിയിട്ട് പോകുന്നതില് എന്താടാ കുഴപ്പം? അണ്ണാ, ഇങ്ങനെ രാത്രി വന്ന് ചേച്ചിയുടെ വീടും കണ്ടോണ്ട് പോയിട്ട് എന്താണ് പ്രയോജനം? വീടിനകത്തുള്ള ആളെ കാണണ്ടേ? ആ, വില്ലേജ് ഓഫീസർ ആള് ആണിന്റെ തന്റെ ഉള്ള ആളാ. അവര് നമ്മളെ പോലെയുള്ള ആൾക്കാരെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ ഇവിടെ കിടന്ന് ഇറങ്ങിയിട്ട് എന്താണ് പ്രയോജനം? നീ കൂടുതൽ വർത്താനൊന്നും പറയാതെ വന്നേ. എന്തുവാ? എടാ, ഒരുത്തൻ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോടാ. എവിടെ? എടാ, വീടിനകത്തേക്ക് ആരോ പൂച്ചപ്പോലെ പമ്മി പമ്മി നടക്കുന്നുണ്ട്. അതാണ് വല്ല തോന്നിയതായിരിക്കും. അല്ലടാ, അകത്താരോ കേറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നായ്ക്കളോ മറ്റുമായിരിക്കും. അണ്ണ പോകുന്നു. നായ്ക്കളെയും മനുഷ്യരെയും കണ്ട എനിക്ക് തിരിച്ചറിയാൻ പാടില്ലടാ. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ നോക്കിട്ട് വരാം. അണ്ണാ, അബദ്ധമൊന്നും കാണിക്കല്ലേ. വീടിനകത്ത് കടിക്കുന്നൊരു പട്ടിയുള്ള കാര്യം മറന്നുപോയ ഞങ്ങള്. ഈ വീട്ടിൽ നായ്ക്കളില്ലടാ. ഓ, ആര് പറഞ്ഞു? അപ്പൊ അഡ്വക്കേറ്റ് വിജയകുമാർ. ചളി അടിക്കാതെടാ, വന്നേ. അണ്ണാ, സൂക്ഷിച്ച്. പുറത്തൂടെ നടക്കുന്നുണ്ടല്ലോ. അമ്മേ, അമ്മേ, അമ്മേ. എന്തു പറ്റി മോളെ? അമ്മേ, അത് എന്റെ മുറിയിലെ ജനാലയ്ക്ക് അപ്പുറത്തൊരു നിഴലനക്കം കണ്ടു. പിന്നെ ആരും മുട്ടി വിളിക്കുന്നത് പോലെ തോന്നി. എന്നിട്ട് ജനാല തുറന്നപ്പോ ഒരു കത്തി എന്റെ നേരെ പാഞ്ഞു വന്നു. ആരോ വീടിന് പുറത്തുണ്ടമ്മേ. അവന്റെ കയ്യിൽ ആയുധമുണ്ട്. മോള് വാ, അച്ഛനെ വിളിക്കാം. ഈ വാതിലൊന്നും തുറക്ക്. ഒന്ന് തുറക്ക്. തുറക്കുന്നില്ലല്ലോ അമ്മേ. നന്നായിട്ട് കുടിച്ചിട്ടല്ലേ കിടക്കുന്നത്. പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല. ഈ വാതിലൊന്ന് തുറക്ക്. തുറക്കാൻ. ഞങ്ങളാ വാതിൽ തുറക്കും. ഓ, ശല്യം. ഒന്ന് വേഗം തുറക്ക്. അച്ഛ, വാതിൽ തുറക്ക്. തല്ലി പൊളിക്കണ്ട. അച്ഛാ, കണ്ണടയും കാണാനില്ലല്ലോ. നാശം. വാതിൽ തുറക്ക്. ഒന്ന് വേഗം തുറക്ക്. തുറക്കാൻ. ഓ, ഉറക്കത്തിലും സൗകര്യം തരില്ലേ? എന്താ? ആരും നമ്മുടെ കോമ്പൗണ്ടിൽ കയറിയിട്ടുണ്ട്. മോള് നിഴലനക്കം കണ്ട് ജനൽ തുറന്നപ്പോ മോളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. മോളുടെ നേരെ ഒരു കത്തി പാഞ്ഞു വന്നു. ശരിയാണോടേ? അതോ ശബ്ദം കേട്ട് ഇവള് വന്നപ്പോ നീ കഥയുണ്ടാക്കിയതാണോ? അച്ഛൻ ഇത് എന്തൊക്കെയാ പറയുന്നേ? അല്ല, നിന്റെയൊക്കെ രഹസ്യക്കാരനാണോ വന്നതെന്ന് ആർക്കറിയാം? വീടിനകത്ത് ആണായിട്ട് ഒരാളെ ഉള്ളൂ, അതുകൊണ്ടാ വിളിച്ചത്. ആണിനേക്കാളും തന്റെ ഉള്ളവരല്ലേ നിങ്ങൾ രണ്ടാളും? പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നേ? അമ്മേ, നമുക്ക് നോക്കാം. അതെ, നിന്നെയൊക്കെ കാണാൻ വന്നവരല്ലെങ്കിൽ പിന്നെ നിന്റെയൊക്കെ ശത്രുക്കളായിരിക്കും. ആണെങ്കിൽ കൊല്ലട്ടെ. ചത്തു കഴിഞ്ഞാ പിന്നെ ഈ സംസാരം കേൾക്കണ്ടല്ലോ.